ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ UPSC 2023 ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഫ്രീ ക്ലാസ് യൂട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലാസ് കോഴ്സ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഫ്രീ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്തിരുന്നു. 100 ദിവസം മുന്നേ ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് ഇന്ന് നമ്മൾ ഒരു ഏകദേശം ഇനി നമ്മുടെ UPSC എക്സാമിനുള്ള ഏകദേശം 280 അധികം ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഫ്രീ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ ക്ലാസ് ടൈമിംഗ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഫ്രീ ക്ലാസ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ്. ഒന്ന്, അതിന്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് അത് ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അത് ആദ്യം തന്നെ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണുന്ന ആ നമ്പറിൽ വാട്സപ്പിൽ എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. എന്നിട്ട് ജോയിൻ ചെയ്യുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. കാരണം ഈ ഇവിടെ നടക്കുന്ന ക്ലാസ്സിന്റെ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലൂടെയായിരിക്കും. ഓക്കെ, അപ്പൊ ഫ്രീ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് UPSC 2023. നമുക്കറിയാം, പല സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും പല ആളുകൾക്കും ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കാൻ സാധിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ അത്തരം ആളുകൾക്കും അവരുടെ ലക്ഷ്യം ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, അതിന്റെ പേരിലായിട്ട് ഒഴിവാക്കേണ്ടതില്ല. അത്തരം ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓൾറെഡി പല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ആളുകൾക്കും അവർക്ക് റിവിഷൻ എന്നുള്ള രീതിയിലും എല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് യൂട്യൂബ് ലൈവ് ക്ലാസ് ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പ് കഴിഞ്ഞ വർഷം കുറച്ച് ക്ലാസ് ലൈവ് ക്ലാസ് ആയിട്ട് ഇട്ടിരുന്നു. അതല്ലാതെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവ് ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്ന സമയം രാത്രി 8 മണി മുതലാണ്. ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസങ്ങൾ തന്നെ, നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരുപാട് ക്ലാസ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഫ്രീ ക്ലാസ്. ഓക്കെ, ആ ഫ്രീ ക്ലാസ് നിങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ ഈ ഒരു MP ടോക്സ് എന്നുള്ള ചാനലിൽ തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പ്ലേലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചാനൽ. ഓക്കെ, ഇതാണ് MP ടോക്സ് എന്നുള്ള ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് ഏകദേശം ഇത്ര 28K ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എല്ലാ വീഡിയോസും ഞാനിപ്പോ ലൈവ് ക്ലാസ് നാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ഫസ്റ്റ് തന്നെ വരും. അപ്പൊ അതിൽ പ്ലേലിസ്റ്റ് ഹോമിലൂടെ വീഡിയോസ് ധാരാളം ഉണ്ട്. അതിൽ വീഡിയോസ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഞാൻ ഏറ്റവും വീഡിയോസ് ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുണ്ട്. അതാണ് വിഷൻ കറന്റ് അഫയേഴ്സ് 2023, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റി, വിഷന്റെ PT 365, മോഡേൺ ഹിസ്റ്ററി, ജോഗ്രഫി, പല ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, ഓക്കെ, അതുപോലെ തന്നെ എക്കോണമി, KS ന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി NCERT, CSAT UPSC തുടങ്ങിയ ഓരോരോ സബ്ജക്ട് വൈസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ്, ടെലിഗ്രാമിലൂടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക. ക്ലാസ് വരുന്ന യൂട്യൂബിലൂടെ ആയിരിക്കും. ക്ലാസ് രണ്ട് രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ലൈവ് ക്ലാസ്. ഓക്കെ, കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ലൈവ് ക്ലാസ് ആയിട്ട് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. 8 മണിക്കാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 മണിക്ക്, രാത്രി 8 മണി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ മുതൽ ഒരു 1.25 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ തീരുന്ന രീതിയിൽ കുറച്ചായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതിന് കൂടെ ഞാൻ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ മെറ്റീരിയൽ കിട്ടാത്ത ആളുകളുണ്ടാവും. ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ കിട്ടുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇട്ട മെറ്റീരിയൽ കാണാൻ പറ്റും. ചില സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പൊളിറ്റി, ഹിസ്റ്ററി തുടങ്ങിയ സബ്ജക്റ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മുതലേ കണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ അതെടുത്ത് കണ്ടു തുടങ്ങാം. നമ്മൾ ഇതുവരെ എടുക്കാത്ത സബ്ജക്റ്റ് ആണ് ഈ ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് അത് തീർന്നതിന് ശേഷം ഞാൻ മുമ്പ് എടുത്ത സബ്ജക്റ്റിന്റെ ഒന്നും കൂടി റിവിഷൻ എന്നുള്ള രീതിയിൽ എടുക്കും. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗവേണൻസ് ആണ്. ഗവേണൻസ് ഇപ്പം അത് KS നായാലും IAS നായാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവേണൻസ് ഉള്ള സബ്ജക്ട് വരുന്നുണ്ട്. അപ്പൊ അത് ക്ലാസ് ഉണ്ടാവുക, നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ്, അതിന്റെ മെറ്റീരിയൽ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഭാഗമായി ഡിസ്കസ് ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യും. ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എനിക്ക് എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് നമ്പറിലൂടെയോ അതല്ലാതെ ടെലിഗ്രാമിലൂടെയോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറിയിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ സെൽഫായിട്ട് പഠിക്കുന്നു, പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്റർ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്.
പല ആളുകളും കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച രീതി എന്ന് പറയുന്നത് അവര് നമ്മുടെ സ്വന്തമായിട്ട് ഇപ്പം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാനോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ ഫ്രീ ക്ലാസ് കാണുന്നു, പ്ലസ് അതിന്റെ കൂടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്നുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീക്കിലി ഉള്ള ഒരു ക്ലാസ് കൂടെ പോകുന്നുണ്ടാവും, ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ അതിന്റെ കൂടെ പഠിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വർഷത്തെ സ്ട്രാറ്റജി അത് മന്ത്ലി ആക്കി ഡിവൈഡ് ചെയ്ത് വീക്കിലി ടാർഗറ്റ് ആക്കി നിങ്ങൾക്ക് തരും. പ്ലസ് അതിൽ ക്ലാസ് പഠിക്കാനുണ്ടാവും, നമ്മളുള്ള ക്ലാസ്, പ്ലസ് അതിന്റെ കൂടെ NCERT ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, പിന്നെ ആൻസർ ഡെയിലി MCQ ചെയ്യാനുണ്ടാവും, കറണ്ട് അഫയേഴ്സ് MCQ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ വീക്കിലി ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ അതിന്റെ NCERT ബേസ് ചെയ്തിട്ട് ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും. അതിന്റെ ഒക്കെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് തരും നിങ്ങൾക്ക്. അപ്പൊ അത്തരത്തില് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ എന്ത് ചെയ്യും, ആ ഒരു ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും, 1-to-1 മെന്ററിംഗ് മീറ്റ് ചെയ്യും. ഞാൻ ആർക്കും അധികം നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടാവുക. പിന്നെ അതിൽ ഞാൻ ആ വീക്കിലി കംപ്ലീറ്റ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്യും, അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ആൻസറിന്റെ ഫീഡ്ബാക്ക് തരും, നിങ്ങളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യും, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന പ്രോഗ്രാം ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്. അപ്പൊ അത് ഈ ഫ്രീ ക്ലാസിന്റെ കൂടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിന് ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഫ്രീ ക്ലാസ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാമാണ് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ സബ്ജക്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, എല്ലാ സബ്ജക്റ്റും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു PCM ക്ലാസ് ഉണ്ട്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്. ആ ക്ലാസ് വരുന്നത് സൂമിലൂടെയാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, ഇത് നമ്മളിപ്പോ യൂട്യൂബ് ലൈവ് ആണെങ്കിൽ അത് ലൈവ് ആയിട്ട് തന്നെ ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. ഇതിപ്പോ ഈ ഓഡിയോ ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ, വീഡിയോ കാണാൻ പറ്റും, നമ്മൾ കണ്ടോണ്ട് സംസാരിക്കാൻ പറ്റില്ല ഏത് യൂട്യൂബിൽ, എന്നെ മാത്രം കാണാൻ പറ്റുള്ളൂ. അതേസമയം അതിന്റെ കൂടെ നിങ്ങളെയും കൂടി ഞാൻ കണ്ടോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതിലൂടെ കാണാൻ പറ്റും, നമ്മുടെ സൂമിലൂടെ ഉള്ള ക്ലാസ് ആണ് ഈ PCM ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡെയിലി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനും അതോ ഡിഗ്രി പോകുന്നവർക്കും PG ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ടൈമാണ് നമ്മൾ അതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഡെയിലി ക്ലാസ് ഉണ്ടാവും, ഡെയിലി അതിന് റെക്കോർഡർ ക്ലാസ് പ്ലസ് റെക്കോർഡർ ക്ലാസ് ഉണ്ടാവും, ഡെയിലി മെറ്റീരിയൽ ഉണ്ടാവും, ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പോകുന്ന പ്രോഗ്രാമാണ് PCM എന്ന് പറയും. വളരെ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM ജോയിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ അതിൽ വരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. KS-നും IAS-നും ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ് മെന്റർ ആൻഡ് മോട്ടിവേറ്റർ എന്നുള്ള രീതിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സ്ട്രാറ്റജി ഓറിയന്റഡ് മെന്ററിംഗ് ആണ് നടക്കുന്നത്. വീക്കിലി 1-to-1 മെന്റർഷിപ്പ് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ റെഗുലർ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് മോണിറ്ററിംഗ് ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരുന്ന പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിലും ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് KS പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ KS-ന്റെയും PCM ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ KS-ന്റെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, 50% ഓഫറിലാണ് അത് വരുന്നത്. നിങ്ങൾക്ക് 10,000 മാത്രമേ അതിന് ഫീസ് വരുന്നുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഇവിടെയുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രീ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ യൂട്യൂബ് ലൈവ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അധികം നാളെ മുതലായിരിക്കും. ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നാളെ മുതൽ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കും അതൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് തന്നെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗവേണൻസ് എന്നുള്ള സബ്ജക്ട് ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് 3 ഘട്ടമായിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് മെയിൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട് ഫസ്റ്റ് തീർക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തെ ഒരു 100 ദിവസം പ്രധാനപ്പെട്ട പ്രിലിംസിലോട്ട് ഫോക്കസ് ചെയ്തുള്ള സബ്ജക്റ്റുകളായിട്ടുള്ള പൊളിറ്റി, ഹിസ്റ്ററി, എക്കോണമി തുടങ്ങിയ സബ്ജക്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യുന്ന മോഡിലോട്ട് വരാം. അപ്പൊ ഓൾറെഡി ആ സബ്ജക്റ്റ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി കണ്ട് വെക്കും ചെയ്യാം. അതിന്റെ കൂടെ തീരെ നിങ്ങൾ പഠിക്കാത്ത ഇത്തരത്തിലുള്ള ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, സൊസൈറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്റേണൽ സെക്യൂരിറ്റി, ഇന്റർനാഷണൽ റിലേഷൻ തുടങ്ങിയ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഭാഗമായിട്ട് പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലർ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന ക്ലാസ്സുകളുടെ ഒക്കെ മുൻകൂട്ടിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും